ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരിടം വരെ പോവുകയാണ്. നമ്മൾ ചാലിയക്കര വരി ഇച്ചിരി കാട്ടിലൂടെയൊക്കെയുള്ള ഒരു ചെറിയ യാത്രയൊക്കെ ഉണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 10:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇച്ചിരി കാടൊക്കെ ഉണ്ട്, കാട്ടിലൂടെയൊക്കെയാണ് യാത്ര. നമ്മുടെ ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് എൻ്റെ ചേച്ചിമാർ പറഞ്ഞത്. അപ്പോൾ അതുവഴി പോയപ്പോൾ നമ്മുടെ കല്ലടയാടിൻ്റെ ഒരു ഭാഗം അതുവഴിയാണ് ഒഴുകുന്നത്. അപ്പോൾ എന്താ വിശേഷമെന്ന് വെച്ചാൽ, എൻ്റെ പേരമ്മയുടെ അമ്മച്ചി മരിച്ചുപോയി. നമ്മളിപ്പോൾ ആ ചടങ്ങിന് അങ്ങോട്ട് പോവുകയാണ്. അവിടെ എത്തുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ലെങ്കിലും ഞങ്ങൾ കുറേ കാടും റബ്ബറും തോട്ടവും എല്ലാം കടന്ന് ഞങ്ങൾ ഒരുപാട് പോയി. അപ്പോൾ ഈ ഒരു വർഷം എത്തിയപ്പോഴത്തേനും പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഓർമ്മ വന്നത്, പണ്ടൊരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ സംഭവിച്ചായിരുന്ന ഒരു കോട്ടയംകാരനെ നമ്മുടെ ഇവിടുത്തെ ഒരു കൊച്ച് സ്നേഹിച്ച് അതിൻ്റെ പേരിൽ ആ പെണ്ണിൻ്റെ സഹോദരൻ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ച് മുക്കിക്കൊന്നെന്നാണ് വാർത്ത വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കത് ഓർമ്മ വന്ന് ഞങ്ങളത് പരസ്പരം പറയുകയും ചെയ്തു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പശുവിനെ ഇവരൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ പേടിയും തോന്നി. എന്നാൽ പക്ഷേ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അല്ലെങ്കിൽ ആനയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പേടി തോന്നും. എങ്ങനെ ഓടണം, രക്ഷപ്പെടണം. മറ്റ് മൃഗങ്ങളാണെങ്കിൽ നമുക്ക് പേടിയുണ്ട്. ഇടയ്ക്കൊക്കെ ആണെങ്കിൽ നീരുറവകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടെന്നല്ല, ചെറുപ്പത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്ര. അത്ര നല്ലൊരു യാത്രയായിരുന്നു. പോകാൻ പറ്റുമെന്ന് തന്നെ ഒരു ഉറപ്പും ഇല്ലായിരുന്നു. പക്ഷേ പോയപ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു. ഇടയ്ക്ക് 6 കുളങ്ങൾ എല്ലാം കാണാൻ നല്ല മനോഹരമായിട്ടൊരു സ്ഥലമാണ്. അപ്പം ഇനിയും പോകാൻ ആഗ്രഹം. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല ഇത്, പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കൊക്കെ കാണാനും ആസ്വദിക്കാനും പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇവിടെ. അപ്പം താല്പര്യമുള്ള ആരെങ്കിലാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ പറയാം സ്ഥലം ഏതാണെന്നുള്ളത്. നമ്മുടെ ചാലിയക്കരയിൽ നിന്ന് ഉള്ളിലോട്ട് പോകണം. എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ അവിടെ കുറച്ച് നമ്മൾ ഈ വെള്ളച്ചാട്ടവും ഇതൊക്കെ പോകുന്നുണ്ട്. നല്ലതായിരുന്നു. ചൂടൊന്നും നമുക്കധികം അറിയത്തുമില്ല. നല്ല കാറ്റും ഒരുപാട് മരങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചൂടൊന്നുമില്ല, നമുക്ക് നല്ല തണുപ്പായിരിക്കും. പിന്നെ നമ്മൾ യാത്ര തുടങ്ങി. അവിടെ നിന്ന് വീണ്ടും നമ്മൾ 3 പേരും കൂടെ 2 വീലറിലാണ് പോകുന്നത്. ഞാനും ഹസ്ബൻഡും കുഞ്ഞും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ 2 വീലറിലാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഉറങ്ങി. പിന്നെ ഞങ്ങളിങ്ങനെ പോവാണ് അങ്ങോട്ട്. ഇടയ്ക്കൊക്കെ വെച്ച് റോഡിൽ വെച്ച് ആൾക്കാരോട് വഴിയൊക്കെ ചോദിക്കേണ്ടി വന്നു. ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സ്ഥലമാണോ അത് തെറ്റിപ്പോയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ റബ്ബർ തോട്ടമൊക്കെ കണ്ടപ്പം എസ്റ്റേറ്റാണിത്, അവരുടെയൊക്കെ ഒരു എസ്റ്റേറ്റാണ്. അപ്പം ആൾക്കാരുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ അവിടെ നല്ല ആളും പേരും ഒക്കെ പാലെടുക്കുന്നിടത്ത് വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഓരോന്ന് കണ്ടു പോകുമ്പോഴുള്ള ഒരു മനോഹാരിത അതൊന്ന് വേറെ ഒന്നാണ്. ഈ വെള്ളമൊക്കെ കണ്ടുപോയപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടം. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ കുറേ കഴിഞ്ഞ് അവിടെ ഇറങ്ങി ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ എടുത്താൽ അത് ഒരറ്റം പോലെ അങ്ങറ്റം വഴിയാണ് ഫുള്ള്. ഒരു പാതി വെള്ളവും മറുപാതി വേറെയാണ്. അപ്പം ഒരുപാട് ഇഷ്ടം തോന്നി. ഇങ്ങനൊരു പോയെങ്കിലും കാണാൻ പറ്റില്ല എന്നൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.